വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാനിങ്ങനെ എന്ത് വ്ളോഗാണ് എടുക്കുക എന്ന് ഞാൻ ചിന്തിച്ചോണ്ട് കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ വലിയ കാര്യമായി പറഞ്ഞതാണ്. ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് എന്നൊക്കെയുള്ള ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നു. ഞാൻ എന്ത് ദൈവമേ ഞാൻ എടുക്കുക എന്നൊക്കെ ഞാൻ ചിന്തിച്ചപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. ഇന്ന് എൻ്റെ ഫസ്റ്റ് ഡേ ഓഫ് കോളേജാണ്. ഞാനത് കഴിഞ്ഞ ഇൻട്രോ വ്ളോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് എൻ്റെ ഫസ്റ്റ് ഡേ ഓഫ് കോളേജാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് നമുക്ക് ഫസ്റ്റ് ഡേ ഓഫ് കോളേജ് എടുത്തുകൂടാ എന്ന് വിചാരിച്ചു. അപ്പം ഞാൻ എണീറ്റ ഉടനെ എടുക്കുന്ന വീഡിയോ ആണ്. ഞാൻ പല്ലുപോലും തേച്ചിട്ടില്ല. ഇപ്പോൾ ഇവിടെ സമയം 8 മണിയായി. എനിക്കിപ്പോൾ ക്ലാസ്സിൽ എനിക്ക് ഉച്ചയ്ക്ക് ക്ലാസ്സിലോട്ടോ. അപ്പം രാവിലെ ഞാൻ ചുമ്മാ എനിക്ക് കുളിച്ച് റെഡിയായി ഫുഡൊക്കെ ഉണ്ടാക്കി കഴിച്ച് ഒന്ന് സെറ്റായി ഇരിക്കണം, അത്രേ ഉള്ളൂ. ഉച്ചയ്ക്ക് 1:30 എൻ്റെ ഫസ്റ്റ് സെഷൻ. അത് 3 മണി വരെയും പിന്നെ 4 മണി തൊട്ട് 6 മണി വരെയാണ് അടുത്ത സെഷൻ. അപ്പം ഇതാണ് ഇന്നത്തെ എൻ്റെ ഷെഡ്യൂൾ. പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല. അപ്പം ഞാൻ ഫസ്റ്റ് ഡേ ഓഫ് കോളേജ് കാണിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ നമുക്ക് ആദ്യമേ പല്ലേക്കാം. ഇതാണ് കേട്ടോ എൻ്റെ റൂമിൻ്റെ പുറത്തേക്കുള്ള വ്യൂ. രാവിലെ എണീറ്റപ്പോൾ തന്നെ നല്ല മഴയായിരുന്നു. അങ്ങനെ മഴയൊക്കെ അല്ലേ, കുറച്ച് ചായ ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിച്ച് ഞാൻ കുറച്ച് ജിഞ്ചർ ടീ ഉണ്ടാക്കി. അതിനുശേഷം ഞാൻ ആലോചിച്ച് നിൽക്കുന്നതാണ് കാണുന്നത്, ഞാൻ എന്ത് ഫുഡ് ഉണ്ടാക്കും എൻ്റെ ഈശ്വര എന്നുള്ളത്. ആദ്യം ദോശ ഉണ്ടാക്കാം, സാമ്പാറുണ്ടല്ലോ എന്നൊക്കെ ഞാൻ വിചാരിച്ചെങ്കിൽ പോലും ദോശയുടെ മാവ് കണ്ടപ്പോൾ ഒരു ഗുമ്മ് കാണാത്തതുകൊണ്ട് തന്നെ നമുക്ക് സാൻഡ്വിച്ച് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഞാൻ കുറച്ച് വെജിറ്റബിൾസൊക്കെ ബോയിൽ ചെയ്തെടുത്തു. മേയോ, കെച്ചപ്പ്, പിന്നെ കുറച്ച് മസ്റ്റർഡ് സോസൊക്കെ കൂടി മിക്സ് ചെയ്ത് ഒരു സോസ് ഉണ്ടാക്കിയെടുത്തു. അത് കഴിഞ്ഞ് ബ്രെഡ് ടോസ്റ്റ് ചെയ്തു ഒക്കെ കൂടി വെച്ച് ഞാൻ ടോസ്റ്ററിനകത്ത് കൂടി ഒന്ന് ടോസ്റ്റ് ചെയ്തെടുത്തു. അങ്ങനെ ഞാൻ കണ്ടംപ്ലേറ്റിംഗ് ലൈഫ് ഡിസിഷൻസ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ ചിന്തിച്ച് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത കാര്യം കേട്ടോ പാത്രം കഴുകി വയ്ക്കുക എന്നുള്ളത്. പക്ഷെ നമ്മൾ ഒറ്റയ്ക്കായതുകൊണ്ട് നമ്മളെല്ലാം ചെയ്യണം എന്നുള്ളതുകൊണ്ട് തന്നെ ഞാൻ പാത്രമോടിയും കഴുകി വെച്ച് അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് റീൽസും പിന്നെ എൻ്റെ അമ്മയെ വിളിക്കലും ഒക്കെ കഴിഞ്ഞ് കുളിച്ചൊക്കെ വന്നപ്പോഴേക്കും സമയം 11:30 ആയിട്ടോ. അപ്പം റെഡിയായി ഡ്രസ്സപ്പൊക്കെ ചെയ്ത് പിന്നെയാണ് ഞാൻ ആലോചിച്ചത് ഞാൻ ലഞ്ച് കഴിച്ചിട്ടില്ലല്ലോ എന്നുള്ളത്. അപ്പം ഞാൻ കിച്ചണിലേക്ക് വേഗം ഓടി അടുത്തത് തന്നെ ലഞ്ച് ഉണ്ടാക്കാനായിട്ട്. അങ്ങനെ ഞാൻ ചോറ് വെച്ചു. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സാമ്പാർ ഉണ്ടായിരുന്നു. പിന്നെ ബ്രിഞ്ചോളും കൂടിയും ഒന്ന് മാരിനേറ്റ് ചെയ്ത് ഒന്ന് ഫ്രൈ ഒക്കെ ചെയ്ത് ഞാൻ അത് കഴിച്ചു. അത് കഴിച്ചൊക്കെ വന്നപ്പോൾ സമയം 12:45 1 മണിയായി. 1:30 എൻ്റെ ക്ലാസ്. നേരത്തെ ബാഗ് ഒതുക്കി വെക്കുന്ന ശീലം നമുക്ക് പണ്ടേ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോഴാണ് ബാഗ് ഒതുക്കി വെക്കുന്നത്. കുറച്ച് പെൻസും പിന്നെ ഒരു ചെറിയ ബുക്കും പിന്നെ ലാപ്ടോപ്പും ചാർജേഴ്സും മാത്രമേ എനിക്ക് കൊണ്ടുപോകാനുള്ളൂ. പിന്നെ അമ്മ എനിക്കിവിടെ വന്നപ്പോൾ എൻ്റെ കയ്യിൽ 2 മെഡിസിൻസ് തന്നിട്ടുണ്ടായിരുന്നു. A to Z വൈറ്റമിൻസും അത് കൂടാണ്ട് ഒരു ചെറിയ ബോട്ടിലിൽ വൈറ്റമിൻ D ടാബ്ലറ്റ്സും. അപ്പോൾ മസ്റ്റായിട്ട് എന്നും അത് കഴിക്കണം, എനിക്ക് വയ്യായ്മകൾ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്, എന്തായാലും കഴിക്കണം ഈ വെതറിൽ എന്നൊക്കെ പറഞ്ഞ് എനിക്ക് തന്നതാണ്. അപ്പോൾ എല്ലാ ദിവസവും മാക്സിമം ഞാനത് കഴിക്കാൻ ട്രൈ ചെയ്യാറുണ്ട്. ചില ദിവസങ്ങളൊക്കെ മറക്കാറുണ്ട്, പക്ഷെ എന്നാലും മോസ്റ്റ്ലി ഞാൻ കഴിക്കാറുണ്ട്. അപ്പം ആ 2 ടാബ്ലറ്റും കൂടിയും കഴിച്ച് ബാക്കി എല്ലാ സാധനങ്ങളും എടുത്ത് വെച്ച് ഞാൻ അങ്ങ് ഇറങ്ങാൻ നിൽക്കുമ്പോഴാണ് ഞാൻ ഓർത്തത് കഴിഞ്ഞ തവണ കുടയില്ലാണ്ടാണ് നമ്മൾ പെട്ടത്. ഞാൻ തിരിച്ച് ഓടേണ്ടിയൊക്കെ വന്നു. അപ്പോൾ അതുകൊണ്ട് കുട മറക്കണ്ടെന്ന് വെച്ച് ഞാൻ കുടയും എടുത്ത് വെച്ചു. ഇറങ്ങുമ്പോൾ സ്ലീവ്ലെസ് ടോപ്പൊക്കെ ഇട്ട് സ്റ്റൈലത്തായി ഇറങ്ങുകയാണെങ്കിൽ പോലും നമ്മൾ പുറത്തിറങ്ങിയപ്പോഴാണ് എത്ര തണുപ്പുണ്ടെന്ന് മനസ്സിലായത്. അപ്പോൾ അങ്ങനെ ഞാൻ അതിൻ്റെ മേലെ ഹുഡി എടുത്തിട്ടു. അപ്പം ഇങ്ങനെയാണ് ഞാൻ കോളേജിൽ പോയത്. പോണ വഴി അത്യാവശ്യം നല്ല മഴയുണ്ടായിരുന്നു. റോഡ്സൊക്കെ ഭയങ്കര സ്ലിപ്പറി ആയിരുന്നു. അപ്പോൾ എനിക്കൊരു 10 മിനിറ്റ്സ് നടക്കാനുണ്ട് എൻ്റെ ബ്ലോക്ക് എത്താൻ. ഇതാണ് എൻ്റെ ബ്ലോക്ക്. ആൻഡ് ക്ലാസ്സൊക്കെ ടൈംലി തുടങ്ങി. ഒരു 1.5 hours ലെക്ചർ ആയിരുന്നു. അത്യാവശ്യം നല്ല ഇൻഫർമേറ്റീവ് ആയിരുന്നു. സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് ഭയങ്കരമായി പഠിക്കാനായിട്ട് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ കുറേ നാളായിട്ട് ക്ലാസ്സിലിരിക്കാത്തതുകൊണ്ട് പുതിയതായിട്ട് ക്ലാസ്സിലിരിക്കുമ്പം എന്തൊക്കെയോ തലവേദനയും ഇതൊക്കെയായിരുന്നു. അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് കാണുന്ന പ്രഹസനങ്ങളാണ് ഇതൊക്കെ. ക്ലാസ് കഴിഞ്ഞുള്ള ആ ഒരു 1 hour ഗ്യാപ്പിൽ ഞാനൊന്ന് കഫേ നീറോ പോയി ഒരു കോഫിയും ഒരു ഗ്രനോള ബോളും കഴിച്ചു അടുത്ത ക്ലാസ്സിനുള്ള എനർജിക്കായിട്ട്. ഇതിനകത്ത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഇത് മഴ മാത്രമല്ല ഭയങ്കര കാറ്റും ഒക്കെ ആയതുകൊണ്ട് നമ്മൾ ആകെ മൊത്തം ക്യാമ്പസൊക്കെ ഇപ്പോൾ പഠിച്ച് വരുന്നേ ഉള്ളൂ. അപ്പം ആകെ മൊത്തം ചളിഞ്ഞ് വിളിഞ്ഞാണ് നമ്മൾ ക്ലാസ് റൂമിൽ എത്തിയത്. പിന്നെ ഒരു ലെക്ചറായിരുന്നു, അതും ഒരു 2 hours ലെക്ചറായിരുന്നു. അതും അത്യാവശ്യം ഭയങ്കര ലോങ് ആയതുകൊണ്ട് ഭയങ്കര ടയേർഡായി നമ്മൾ എല്ലാം കഴിഞ്ഞപ്പം. പിന്നെ ഇതാണ് എൻ്റെ അക്കോമഡേഷൻ്റെ
ഫ്രണ്ട് ഏരിയ. ഞാൻ സെയിൻറ്റ് മാർക്സ് എന്ന് പറഞ്ഞ റെസിഡൻസിലാണ്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ട് ഏരിയ ആണിത്. ഒക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ എൻ്റെ കോലമായിരുന്നു ഇത്. കുടയുണ്ടൊന്നും ഒരു കാര്യമില്ല, കാരണം കാറ്റും കൂടി ഉള്ളതുകൊണ്ട് നമ്മൾ ഫുൾ നനഞ്ഞു. എൻ്റെ തല തൊട്ട് കാലിന് വരെ എല്ലാം നനഞ്ഞിട്ടാണ് ഞാൻ വീട്ടിൽ കയറിയത്. ഹായ്, ഇപ്പോൾ സമയം 6 മണിയായി. ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഞാൻ ജസ്റ്റ് റൂമിലോട്ട് കയറി. രാവിലെ നല്ല വൃത്തിക്കും, അല്ലല്ലോ ഉച്ചയ്ക്ക് നല്ല വൃത്തിക്കും ഡീസൻ്റായിട്ടൊക്കെ പോയതാണ് ഞാൻ. ഇപ്പോൾ ആകെ കൊല്ലം കെട്ട് പോയിട്ടാണ് ഞാൻ വീട്ടിൽ കയറിയത്. ഭയങ്കര മോശം വെതറായിരുന്നു ഇന്ന്. എന്താ മഴ മാത്രമല്ല, ഭയങ്കര കാറ്റും ഭയങ്കര ആകെ മൊത്തം ഭയങ്കര അളിഞ്ഞൊരു വെതറായിരുന്നു. പക്ഷേ അത് ഫസ്റ്റ് ഡേ കുഴപ്പമില്ലാത്ത ക്ലാസ് ആയിരുന്നു. കുറച്ച് ടയർഡായി, ഓൾറെഡി ഇരുട്ടി തുടങ്ങി കണ്ടോ. ബട്ട് ഓവറോൾ മൊത്തത്തിൽ നല്ലൊരു ദിവസമായിരുന്നു. ലെക്ചേഴ്സൊക്കെ ഫസ്റ്റ് ദിവസമായതുകൊണ്ട് അധികം ഒന്നും എടുത്തില്ല, എന്നാലും നല്ല ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള ലെക്ചേഴ്സും ഒക്കെ ആയിരുന്നു. അപ്പോൾ മൊത്തത്തിൽ ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ഫസ്റ്റ് ഡേ. സോ അപ്പോൾ ഇന്നത്തെ ദിവസം മൊത്തം ഞാൻ നിങ്ങളെ കാണിച്ചു തന്നു ഓൾമോസ്റ്റ്. ഇനി രാത്രി എനിക്ക് ഡിന്നർ ഉണ്ടാക്കണം, കഴിക്കണം, ഉറങ്ങണം. ഇത്രേ ഉള്ളൂ എൻ്റെ രാത്രിയിലത്തെ പരിപാടി. ഇനി വേറെ ഒന്നിനുമുള്ളൊരു ടൈം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആകെ ലെക്ചേഴ്സ് കേട്ട് ടയേർഡായതാണ് ഞാൻ. കുറച്ച് ചെറിയൊരു തലവേദനയൊക്കെ ഉണ്ട്. കുറേ നാൾക്ക് ശേഷമാണ് ഞാൻ ഒരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയി എന്ന് പഠിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു തലവേദനയൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ മിക്കവാറും ഒന്ന് ഫ്രഷായി ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം റീൽസൊക്കെ കിടന്നുറങ്ങാനാണ് ചാൻസ്. അപ്പോൾ എൻ്റെ യൂണിവേഴ്സിറ്റിയിലെ ഫസ്റ്റ് ഡേ കാണാൻ വന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമൻറ്റ്, കുത്തൽ ബെൽ ബട്ടൺ, എവറിത്തിങ്. നമുക്ക് നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. താങ്ക് യു സോ മച്ച്. ബൈ ബൈ.